നല്ല ആരോഗ്യം, നല്ല കെട്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്കിന്ന് ചിന്തിക്കാം. നല്ല ആരോഗ്യം, നല്ല കെട്ട്. വയറിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ സമഗ്രമായി നമുക്ക് ചിന്തിക്കാമെന്നുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ മറഞ്ഞിരിക്കുന്ന ഒരവയവം എന്നാണ് ഗട്ടിനെ വിളിക്കുന്നത്. നന്നായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദഹനം, രോഗപ്രതിരോധം, മാനസികാരോഗ്യം ഇവയെല്ലാം സാരമായി ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക അവയവം. ഈ അവയവത്തിന് അനേകം സൂക്ഷ്മാണുക്കളുടെ ഒരു വലയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലയം വളരെ കൃത്യമായി സൂക്ഷ്മാണുക്കൾക്കെല്ലാം ഗട്ട് മൈക്രോബയോം എന്ന് പറയും. ആ മൈക്രോബയോമിനും നല്ല ഭക്ഷണം കൊടുത്ത് അവരെ നല്ല പടയാളികളെ പോലെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ദഹനവും രോഗപ്രതിരോധവും മാനസികാരോഗ്യവും എല്ലാം വയറിൽ നിന്ന് നേരെ ബ്രെയിനിലേക്കുള്ള ഗട്ട് ബ്രെയിൻ ആക്സിസിലൂടെ സാധ്യമാകുമെന്നാണ് ഈ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനമായും ദഹന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. ആരോഗ്യകരമായ ഗട്ട് ബാക്ടീരിയസ്, ഗട്ട് മൈക്രോബയോംസ് സന്തുലിതമായി നിലനിർത്തണം എന്നുള്ളതാണ്. നല്ലതും ചീത്തതുമായ ബാക്ടീരിയകളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ വയറ്റിലുള്ളത്. നമ്മുടെ ബാക്ടീരിയ എന്താവശ്യപ്പെടുന്നു അതാണ് നമ്മൾ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുന്നത്. ഇന്ന ഭക്ഷണം ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ഭക്ഷണം. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയകളെ കൃത്യമായി പരിപോഷിപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. ശരിയായ ഗട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ സഹായിക്കും. മാനസിക ആരോഗ്യത്തെ സഹായിക്കും. ഉപാപചയം, മെറ്റാബോളിസം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയും വളരെ പ്രാധാന്യമുള്ള ഉപാപചയം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തെയും കൃത്യമായി സഹായിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഗട്ട് ആരോഗ്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബയോമിൻ്റെ പ്രാധാന്യത്തിലൂടെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വയറ്റിനകത്തുള്ള ഈ സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയകളുണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ഇവിടെയെല്ലാം ആരോഗ്യം എങ്ങനെയാണോ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അതേ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് അതിനെ ഒന്ന് ചെയ്യാം. പ്രധാനമായിട്ട് നമ്മളതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക, അതിൻ്റെ ഒരു ഫങ്ഷൻ പാർട്ടാണത്. പ്രധാനമായിട്ട് ഈ ഗട്ട് മൈക്രോബയോംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ: ഒന്ന്, ദഹനവും പോഷകാകിരണവും, ഡൈജഷനും ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. സങ്കീർണമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫൈബർ, സ്റ്റാർച്ച് ഇവയെ പീഡിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസമാണിത്. നമ്മൾ ചെറുകുടൽ, വൻകുടൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിനെ ഫൈബർ, പ്രത്യേകിച്ച് ഫൈബർ, സ്റ്റാർച്ച് ഇവയൊക്കെ കൃത്യമായിട്ട് വിഘടിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ പറയുന്ന മൈക്രോബയോംസ്. വിറ്റാമിനുകളുടെ ഉൽപ്പാദനം, പ്രത്യേകിച്ച് B12, K2, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള വിറ്റാമിനുകൾ ശരീരത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും മൈക്രോബയോംസിൻ്റെ പ്രധാന ഫംഗ്ഷനാണ്. അതുപോലെ ശരീരത്തിന് ആവശ്യമായ ഫാറ്റി ആസിഡുകൾ, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ എന്ന് പറയും, ബ്യൂട്രേറ്റ്, ഇതുപോലുള്ള ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ മൈക്രോബയോമിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പ്രധാനമായും രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ്. നമുക്കറിയാം 80% ഇമ്മ്യൂൺ സെൽസുകൾ ഗട്ടിലാണ് നിൽക്കുന്നത്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നൊരു ആക്സിസ് ഉണ്ട്, ഒരു സൂപ്പർ ഹൈവേ ആണ്. ബ്രെയിനിലും ഗട്ടിലും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കണക്ട് ചെയ്ത്
പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ പ്രധാനമായും ദോഷകരമായ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകളെ തടയുക. നമ്മുടെ ശരീരത്തിന്റെ ആ സ്ട്രക്ചറിനനുസരിച്ചല്ലാത്ത ബാക്ടീരിയകളെ തടയുക. പലപ്പോഴും അത് കോളനി പോലെ വളരാനാണ്. അങ്ങനെ വളരുമ്പോഴാണ് നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതുപോലെ ഈ ഓട്ടോ ഇമ്മ്യൂണിയൻ, ആർത്രൈറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റിക്സ് തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ തടയാനൊക്കെ സഹായിക്കുന്നത് ഈ ഇമ്മ്യൂൺ സെല്ലുകളാണ്. ഏകദേശം 80% ഇമ്മ്യൂൺ സെൽസും വയറ്റിൽ തന്നെയാണ്. ഇപ്പോൾ ഭക്ഷണം കറക്റ്റ് ചെയ്താൽ ബാക്കിയെല്ലാം, അല്ലെ, ഭക്ഷണമാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് പോലെ ഭക്ഷണം കറക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റത്തെ എല്ലാം കണക്ട് ചെയ്ത് ക്യൂർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മൈക്രോബയോമിൻ്റെ ആ സ്ട്രക്ചറിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ മസ്തിഷ്ക ഗഡ് ബന്ധം അല്ലെങ്കിൽ ഗഡ് ബ്രെയിൻ ആക്സിസ്, അത് നമുക്കറിയാം. സെറട്ടോണിൻ, ഡോപ്പമൈൻ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ഹോർമോൺസ് ആണ്. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിൽ സെറട്ടോണിൻ 90%, ഡോപ്പമൈൻ 50% ഗട്ടിലാണ്. ബാക്കിയുള്ളതൊക്കെ ബ്രെയിനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മാനസിക ആരോഗ്യം, ശരീരത്തിലെ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള മാനസിക ആരോഗ്യത്തെ ഒത്തിരി സഹായിക്കും. പ്രത്യേകിച്ച് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഓട്ടിസം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നതെല്ലാം ഗട്ട് ബ്രെയിൻ ആക്സിസിലൂടെ ഒന്നുകിൽ ഗട്ടിൽ അല്ലെങ്കിൽ ബ്രെയിനിലാണ്. ഇവിടെ തന്നെ സെറട്ടോണിൻ, ശാന്തതയെ നൽകുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. നമ്മളെ ശാന്തമായിട്ട് ഇരിക്കാൻ അനുവദിക്കുക. അതിൻ്റെ ലെവൽ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ പ്രശ്നം. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് സന്തുലിതമായി നിർത്തുക. അതുപോലെ ഡോപ്പമൈൻ, ഹാപ്പിനെസ്, നമ്മളെ പ്ലഷർ സീക്കിംഗ് ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ, സന്തോഷം, ഒരു ഫുൾഫിൽമെൻറ്റ്, ഇതെല്ലാം തരുന്നത് ഡോപ്പമൈനാണ്. ഇതിൻ്റെ 50% നമുക്ക് ഗട്ട് ബാക്ടീരിയാസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള മാനസികാരോഗ്യത്തെ പ്രത്യേകമായി സഹായിക്കുന്ന ഒരു കൂട്ടം ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ഗട്ടിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മെറ്റാബോളിസം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗട്ട് ബാക്ടീരിയാസാണ്. ഭാരം കൂടുതൽ ഉള്ളവരിൽ ഗട്ട് ബാക്ടീരിയയുടെ ഘടന തന്നെ വ്യത്യാസം. അതുപോലെ ഇൻസുലിൻ പ്രതിരോധം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമുക്കറിയാം. ഇപ്പം ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലത്തിൻ്റെ മൂല കേന്ദ്രമായ ഇൻസുലിനെ ബാലൻസ് ചെയ്യുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈക്രോബയോംസിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷെ ഇവിടെ ശരീരത്തിന് അനുകൂലമായ നല്ല ബാക്ടീരിയ, നല്ല ഫംഗസ്, നല്ല വൈറസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിലനിൽക്കുള്ളൂ. ഇവിടെ ശരീരത്തിൽ തന്നെ ഒരു ക്യൂറേറ്റീവ് പവറുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പ്രോബ്ലം വന്നാലും അത് ക്ലിയർ ചെയ്യാൻ പവറുള്ള ഒരു കേന്ദ്രമാണ് നമ്മളുടെ ശരീരം, പ്രത്യേകിച്ച് നമ്മുടെ ഗട്ടിൻ്റെ പവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയറുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വരുന്ന ഭക്ഷണം എടുക്കുന്ന ഈ മൈക്രോബയോംസ്, അത് നല്ല മൈക്രോബയോമാണ്, നല്ല ബാക്ടീരിയ ആണോ ചീത്ത ബാക്ടീരിയ ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളതിനെ വളർത്തുക, ഒരു കോളനി പോലെ വളർത്താൻ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരും. പ്രത്യേകിച്ച് നമ്മളിവിടെ പറഞ്ഞത് ഒന്ന് മെറ്റാബോളിസത്തെ കുറിച്ചാണ്. ഭാരനിയന്ത്രണം, മെറ്റാബോളിസം, ശരീരത്തിലെ വെയിറ്റ് മാനേജ് ചെയ്യുക. പിന്നെ ഗട്ട് ബ്രെയിൻ ആക്സിസ്, ഇത് മാനസികമായ തലത്തിൽ നമ്മളെ സഹായിക്കുന്ന രീതിയാണ്. മറ്റൊന്ന് ഇമ്മ്യൂണിറ്റി, ടോട്ടൽ ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂൺ സെൽസിൻ്റെ 80% ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാണ്? വയറ്റിനകത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയകളെ ഗുണകരമായ ബാക്ടീരിയകളുടെ കൂട്ടമാക്കി മാറ്റുക. പിന്നെ നമ്മൾ പറഞ്ഞത് ദഹനവും പോഷകാഹാരവും. കഴിക്കുന്ന ഭക്ഷണം ദഹിക്കപ്പെടുന്നില്ല, അപ്പോൾ അതിൽ അല്ലെങ്കിൽ പോഷണം ആഗിരണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. അതുപോലെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ചില വിറ്റാമിനുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. B12, K2, ഫോളിക് ആസിഡ്, ഇതിനെയൊക്കെ കൃത്യമായിട്ട് വിഘടിപ്പിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ കൃത്യമായ ഭക്ഷണം, അതായത് സങ്കീർണമായിരിക്കും നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യം. ഇപ്പോൾ ഇവിടെ ഫൈബർ, സ്റ്റാർച്ച് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ ബയോംസിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ കൂടുക, സ്റ്റാർച്ച് കൂടുക എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ സ്റ്റാർച്ച് കൂടുമ്പോൾ ചില പ്രോബ്ലംസ് നമുക്കറിയാം. പക്ഷേ ഫൈബർ കൂട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അത് മൈക്രോബയോംസിൻ്റെ കോളനി ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. അതൊക്കെ മുന്നോട്ട് ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് നമ്മളെ സഹായിക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ 70% ഗട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ
ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഒരു വലിയ തലം ഈ ഗട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകളെ വളർത്തുക, ചീത്ത ബാക്ടീരിയയെ കൊല്ലുക. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുകൂടെ നമുക്ക് നോക്കാം. പ്രധാനമായും ഈ ചീത്ത ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്, ഗട്ടാരോഗ്യം മോശമാകുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഒന്ന് വയറുവേദന, ശരീരത്തിൽ ബ്ലോട്ടിങ് അല്ലെങ്കിൽ വീക്കം ഉണ്ടാകുക, ദഹനക്കുറവുണ്ടാകുക, മലബന്ധം, അതിസാരം, വയറിളക്കം, ക്ഷീണം, ത്വക്ക് രോഗങ്ങൾ, മാനസിക അസ്വസ്ഥത. അപ്പൊ ഇതെല്ലാം ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഗട്ട് കറക്റ്റ് അല്ലെങ്കിൽ വയറിന്റെ ഇന്നർ പാർട്ട് മൈക്രോബയോംസിന്റെ ആ പവർ ശരിയല്ലെങ്കിൽ സംഭവിക്കാവുന്ന കുറെ പ്രശ്നങ്ങളാണിത്. ഒന്ന് വയറ് വേദന, ബ്ലോട്ടിംഗ് ഉണ്ടാകാം, ദഹനക്കുറവ്, മലബന്ധം, അതിസാരം, ക്ഷീണം, ത്വക്ക് രോഗങ്ങൾ. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാനസികമായ അസ്വസ്ഥതകൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള തലങ്ങളൊക്കെ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ബാക്ടീരിയ ഏതാണ്, നല്ല ബാക്ടീരിയകളെ വളർത്തുക, ചീത്ത ബാക്ടീരിയയെ കൊല്ലുക. ഇവിടെ സംഭവിക്കുന്നത് ആരോഗ്യത്തിന്റെ പ്രാധാന്യമായ രോഗപ്രതിരോധ ശക്തി നൽകാൻ നല്ല ബാക്ടീരിയകൾ കൂടുതൽ വളർത്തുക. അപ്പൊ അതിലൂടെ ചീത്ത വൈറസുകൾ, ബാക്ടീരിയകൾ എന്നിവയൊക്കെ പോരാടാൻ നമ്മളെ സഹായിക്കുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും നമ്മുടെ ശരീരത്തിലുള്ള ചില ചീത്ത ബാക്ടീരിയകൾ ഇതൊക്കെയാണ്. ഹെലിക്കോബാക്ടർ പൈലോറി, വയറ്റിലെ അൾസർ, ഗ്യാസ്ട്രിക്, വയറുവേദന, ഛർദി ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ. അതുപോലെ തന്നെ ക്ലോസ്ട്രിഡിയം ഡിഫിസൽ, അതിസാരം, വയറുവേദന, ആന്റിബയോട്ടിക് ഉപയോഗത്തിന് ശേഷമുള്ള അണുബാധ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചീത്ത ബാക്ടീരിയകളുടെ ഒരു കൂട്ടമാണ് ക്ലോസ്ട്രിഡിയം ഡിഫിസൽ. ഈ കോളി നമ്മൾ കണ്ട നമ്മുടെ വെള്ളത്തിലൂടെയൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ കോളി, ഭക്ഷ്യവിഷബാധ, അതിസാരം ഇങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ വിഷബാധയിലൂടെ കടന്നു വരുന്ന ഈ കോളി. അതുപോലെ കാൻഡിഡ് ആൽബിക്കസ്, ഒരു ഫംഗസ് ആണ്. ക്ഷീണം, ത്വക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ ആരോഗ്യത്തിന്റെ പ്രാധാന്യമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ദഹനം, ഡൈജഷൻ, ഭക്ഷണം ശരിയായി ആഗിരണം ചെയ്യാനും മലബന്ധം തടയാനും സഹായിക്കുന്ന മറ്റൊരു ഏരിയയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ആരോഗ്യത്തിന്റെ പ്രാധാന്യം, മാനസികാരോഗ്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്. ഗട്ട് ബ്രെയിൻ ആക്സസുമായി ബന്ധപ്പെട്ട് അതിനെ ഡിപ്രഷൻ, ആങ്സൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അത് നമ്മളെ കൃത്യമായി സഹായിക്കും. പ്രത്യേകിച്ച് ഡോപ്പമൈൻ, അതുപോലെ തന്നെ സെറട്ടോണിൻ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കൃത്യമായി നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും.
പിന്നെ വരുന്നത് വിറ്റാമിൻ്റെ നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ കെ, B12 തുടങ്ങിയ വിറ്റാമിനുകൾ ഉത്പാദിപ്പിക്കുന്നത് ഗട്ട് ബാക്ടീരിയാസ് ആണ്. അപ്പം അതും നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു. പ്രധാനമായും ഗട്ട് ആരോഗ്യത്തെ ദുഷിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളാണ്. omega-3 ഫാറ്റി ആസിഡ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിലും പലപ്പോഴും നമ്മൾ അതിനേക്കാളും ലോവർ ലെവലിലുള്ള ഫാറ്റി ആസിഡ്സ് ഉപയോഗിക്കുന്ന ചില എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, പാക്കറ്റ് ഫുഡ്, ഫ്രഞ്ച് ഫ്രൈസ്, ഷുഗർ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ ഇന്നർ സൈഡിലുള്ള മൈക്രോബയോംസിൻ്റെ കോളനിയെ തന്നെ നശിപ്പിച്ചു കളയും. അതുപോലെ അമിതമായ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം, കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതും പലപ്പോഴും മൈക്രോബയോംസിനെ നഷ്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ആ കോളനിയെ നഷ്ടപ്പെടുത്താൻ സഹായിക്കും. ശരിക്കും അത് ഗുഡ് ബാക്ടീരിയസിനെ നശിപ്പിച്ചു കളയും. അതുപോലെ ക്രോണിക് സ്ട്രെസ് മറ്റൊരു ഏരിയയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം മാനസികമായിട്ട് വരുന്ന ഒരു വലിയ പ്രശ്നം. അത് പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും കോർട്ടിസോൾ ഹോർമോൺ, സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന പലതരത്തിലുള്ള ഹോർമോണുകൾ ഡെവലപ്പ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേഷ്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ നമ്മുടെ ഗട്ട് ലൈനിങ്ങിനെ കേടുവരുത്തും. അതോടുകൂടി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മതിയായ ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം തുടങ്ങിയവയെല്ലാം ഈ രീതിയിൽ ഗട്ട് ആരോഗ്യത്തെ ദുഷിപ്പിക്കുന്ന ചില ഏരിയകളാണ്. ഗട്ടിൻ്റെ ആരോഗ്യത്തെ ദുഷിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും. പ്രധാനമായിട്ടും നമുക്ക് മെച്ചപ്പെട്ട ഒരു ഗട്ട് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും നമുക്ക് ഗട്ടാരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫുഡ്സ് കഴിക്കാവുന്ന, ഇത് ഗുഡ് ബാക്ടീരിയയെ ഡെവലപ്പ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫുഡുകളാണ്. യോഗട്ട്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ, ഷുഗർ ഇല്ലാത്ത നാച്ചുറൽ യോഗട്ട്. കട്ടിത്തൈര്, മോര്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഭക്ഷണങ്ങൾ, ഇഡലി, ദോശ, അപ്പം, പഴങ്കഞ്ഞി, ഇങ്ങനെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എപ്പോഴും ഈ ബാക്ടീരിയയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഫെർമെൻറ്റഡ് റൈസ് ആൻഡ് ദാൽ, ഇഡലി, ദോശ, അപ്പം, പഴങ്കഞ്ഞി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്. കിമ്മി, കൊറിയയിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു പുളിപ്പിച്ച പച്ചക്കറിയാണത്. അതുപോലെ നമ്മളെ സംബന്ധിച്ചോളം ബീറ്റ്റൂട്ട് പുളിപ്പിച്ച് ഉപയോഗിക്കുക. അതുപോലെ പൈനാപ്പിൾ, ഇതൊരു ഫ്രൂട്ടാണ്. പുളിപ്പിച്ച ഒലീവ്, അച്ചാറുകൾ, പുളിപ്പിച്ച മുള്ളങ്കി, ഇതെല്ലാം ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങളെല്ലാം തന്നെ, വെജിറ്റബിൾസ് ആണെങ്കിലും ഫെർമെൻറ്റഡ് മറ്റ് ഫുഡുകളാണെങ്കിലും അതുപോലെ യോഗട്ട് ആണെങ്കിലും ഗുഡ് ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യുന്ന, അവർക്ക് ഭക്ഷണമായി അല്ലെങ്കിൽ അതിലൂടെ അനേകം പുതിയ ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളാണ്. പക്ഷെ എപ്പോഴും പ്രോബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ, അതിൻ്റെ സപ്ലിമെൻറ്റുകളൊക്കെ കഴിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ഉപദേശം എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ശരീരത്തിൻ്റെ ആ ഒരു ഘടനയും കൂടെ തിട്ടപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഭക്ഷണത്തിലേക്ക് പോകാൻ. ഇപ്പം എപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യൻ്റെ ഒരു സഹായം തീർച്ചയായിട്ടും വേണം. ഇതെല്ലാം നല്ലതാണ് എന്ന് വിചാരിച്ച് ഇഷ്ടംപോലെ എടുത്ത് കഴിക്കുകയല്ല ചെയ്യുന്നത്. എനിക്കൊരു നമ്മുടെ ശാരീരികമായ ഒരു നിലവാരം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് പ്രീബയോട്ടിക്സ് ആണ്. പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പം ഗുഡ് ബാക്ടീരിയയുടെ ഭക്ഷണം, മറ്റേത് ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യാൻ, ബാക്ടീരിയയുടെ കോളനി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണെങ്കിൽ ഇത് അതിൻ്റെ ഭക്ഷണമാണ്. പ്രത്യേകിച്ച് വാഴപ്പഴം, റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് നൽകും. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി, ഓട്സ്, ബാർലി, ആപ്പിൾ, ഫ്ലാക്സീഡ്, ഇതെല്ലാം പ്രീബയോട്ടിക്സിൻ്റെ ശ്രേണിയിൽപ്പെട്ടാണ്. ഇത് അതിൻ്റെ ഭക്ഷണമാണ്, സ്റ്റാർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പറഞ്ഞു പ്രധാനമായും റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഇതല്ല, ഫൈബറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം, ഫൈബർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൈബറുള്ള
കാര്യങ്ങളെല്ലാം കഴിക്കുന്നത് അത് ബാക്ടീരിയയ്ക്ക് ഭക്ഷണമാണ്. അത് തന്നെയല്ല, ആ ഫൈബറിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പോഷണങ്ങൾ ബാക്ടീരിയയുടെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവ രണ്ടാം ഒന്ന് പ്രീബയോട്ടിക്സിനെ കുറിച്ചാണ് വന്നത്. പ്രോബയോട്ടിക്സ് പറഞ്ഞു, ദെൻ പ്രീബയോട്ടിക്സ്. ദെൻ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയ ഭക്ഷണം. ഗട്ടാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഭക്ഷണങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫൈബർ ബേസ്ഡ് ഫുഡ്സ്. പച്ചക്കറികൾ, പ്രത്യേകിച്ച് കാബേജ്, ബീൻസ്, ബ്രോക്കാളി, പഴങ്ങൾ, പേരയ്ക്ക, ഓറഞ്ച്, കട്ടി, തൈര്, മോര്, ഇങ്ങനെയുള്ളതെല്ലാം ഫൈബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സാണ്. ഫൈബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും, നമ്മൾ ചക്ക പറയും, പച്ചച്ചക്ക, അവിടെയൊക്കെ ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. ഫൈബർ കണ്ടന്റ് ഉള്ള ഒത്തിരി ഭക്ഷണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത ഫൈബർ ഉള്ള ഭക്ഷണങ്ങളാക്കി മാറ്റുന്നത് എപ്പോഴും നന്നായിരിക്കും. ബാക്കിയുള്ള സമയം അല്ല, മോർണിംഗിലും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കാർബ് സീറോ വരുന്ന ഫുഡുകൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ളത് കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിന് വളരെ നന്നായിരിക്കും. ഗട്ടാരോഗ്യത്തെ മെച്ചപ്പെടുന്ന മറ്റു ചില ഭക്ഷണങ്ങളുടെ തലം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് ഗട്ട് ഫീലിംഗ് ഫുഡ്സ് എന്ന് പറയും. ഗട്ടിന് നല്ല ഒരു ആരോഗ്യം അല്ലെങ്കിൽ അവിടുത്തെ മൈക്രോബയോംസിന് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള മഞ്ഞൾ, തുളസി ചായ അണുബാധയെ തടയാൻ വേണ്ടി, അതുപോലെ വെളിച്ചെണ്ണ അണുബാധയെ റെസിസ്റ്റ് ചെയ്യും, ചീത്ത ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അതിനെ കൊന്നുകളയും, ചുവന്ന ഉള്ളി, ഇതെല്ലാം ഗട്ടിന് ഗുഡ് ഫീലിംഗ് നൽകുന്ന ഫുഡുകളാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ നല്ല ബാക്ടീരിയയുടെ കോളനി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക്. ഇതിനേക്കാളൊക്കെ ഉപരി ശ്രദ്ധിക്കേണ്ട കുറേ പോയിന്റുകളുണ്ട്. പ്രധാനമായിട്ടും ഫെർമെൻറ്റഡ്, നമ്മളത് കണ്ടതാണ്, ഫെർമെൻറ്റഡ് ഫുഡ്സ്, അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ ധാരാളം ഉപയോഗിക്കുക. പറഞ്ഞത് രാവിലെ സമയങ്ങളിലൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇഡലി, ദോശ, യോഗട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ടേസ്റ്റ് അനുസരിച്ച് സ്വല്പം ഒന്ന് ഒരു അവയർനെസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നർ സൈഡിൽ വയറ്റിൽ ഒരു കോളനി ഉണ്ടെന്നും അത് നല്ല ബാക്ടീരിയ കോളനിയായിട്ട് വളർത്താൻ നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും, എന്നാൽ പ്രോസസ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങൾ ആഗ്രഹിക്കുക, മധുരം, ഉപ്പ്, ഇതൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ശൃംഖല നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിലെ തെറ്റായിട്ടുള്ള ബാക്ടീരിയകളുടെ ഒരു കോളനി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ബാക്ടീരിയയുടെ നിർബന്ധമാണ്. അപ്പോൾ ആ ബാക്ടീരിയയുടെ നിർബന്ധത്തെ കൃത്യമായിട്ടൊരു അവയർനെസ്സിലൂടെ തിരിച്ചറിഞ്ഞ് അതിനെ ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക. കഴിക്കണ്ട എന്നല്ല, അതിന് ഭക്ഷണത്തിന് അതിന് പകരം സ്വല്പം കൂടെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡുകൾ തീരെ കുറയ്ക്കുക. കാരണം ഈ പഞ്ചസാരകൾ എപ്പോഴും ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കോളനി, ബാക്ടീരിയ, ഫംഗസിൻ്റെ ഒക്കെ ഒരു ഭക്ഷണമായിട്ട് അതിനെ ഉപയോഗിക്കാം. മധുരം, പ്രോസസ്ഡ് ഫുഡിലെല്ലാം അത് തന്നെയായിരിക്കും അധികം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, 8 മുതൽ 10 വരെയുള്ള ഗ്ലാസ് ഒരു ദിവസം കുടിക്കുക. യോഗ, ധ്യാനം, ഇതെല്ലാം നമ്മൾ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട, നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും അത് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കടന്നു പോകാറുണ്ട്. അതുപോലെ മതിയായ ഉറക്കം, 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സുഖകരമായ ഒരു ഗട്ട് ഹെൽത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, നല്ല ആരോഗ്യം, നല്ല ഗട്ട്. നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നർ സൈഡിലുള്ള മൈക്രോബയോംസിൻ്റെ കോളനിയെ നമ്മൾ കൃത്യമായി സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള ദഹനം, കഴിക്കുന്ന ഫുഡിൻ്റെ അതിൻ്റെ പോഷകാംശങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ സാധിക്കും. രോഗപ്രതിരോധം, അതുപോലെ മാനസികാരോഗ്യം എന്നിവയൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് ഗുണപരമായി മാറ്റാം. അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ
ഗട്ട് മൈക്രോബയോമിനെ സന്തുലിതമാക്കുക, സുഗമമായ പ്രവർത്തനം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പെർഫെക്റ്റ് ആക്കുക, തടസ്സങ്ങളൊന്നുമില്ലാതെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി, മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം ഗട്ട് ആരോഗ്യത്തിന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗട്ട് മൈക്രോബിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ പ്രാധാന്യം ദഹനവും പോഷക ആഗിരണവുമാണ്. സങ്കീർണമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫൈബർ, സ്റ്റാർച്ച്, ഇതിനെല്ലാം വിഘടിപ്പിക്കുന്നത് മൈക്രോബയോംസ് ആണ്. വിറ്റാമിനുകൾ, പ്രത്യേകിച്ച് B12, K2, ഫോളിക് ആസിഡ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും മൈക്രോബയോംസ് ആണ്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡുകൾ, ബ്യൂട്രേറ്റ് പോലത്തെ ഫാറ്റി ആസിഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോംസ്. പിന്നെ ഒരു ഏരിയ പറഞ്ഞത് രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ച്. 80% ഇമ്മ്യൂൺ സെല്ലുകളും ഗട്ടിലാണ്. അതുപോലെ ഗട്ട് ബ്രെയിൻ ഒരു ആക്സസ് ഉണ്ട്, അതിലൂടെ മാനസികാരോഗ്യത്തിന്റെ തലങ്ങളെല്ലാം നമുക്ക് കൃത്യമായി സ്റ്റെബിലൈസ് ചെയ്യാം. സെറട്ടോണിൻ 90%, ഡോപ്പമിൻ 50% ഡെവലപ്പ് ചെയ്യുന്ന ഗട്ട് മൈക്രോബയോമിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മെറ്റാബോളിസം ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്, ഭാരം കൂടുതലുള്ളവർക്ക് ഗട്ട് ബാക്ടീരിയയുടെ ഘടന വ്യത്യാസമുണ്ട്. അതുപോലെ ഇൻസുലിൻ പ്രതിരോധം അതിനൊക്കെ സഹായിക്കും. ഇമ്മ്യൂണിറ്റി വളരെ പ്രാധാന്യമുള്ള 70% ഇമ്മ്യൂണിറ്റി പാർട്ടും അല്ലെങ്കിൽ കൺട്രോളും ഗട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. ദെൻ ഗട്ട് ആരോഗ്യത്തെ മോശമാക്കുമ്പോൾ നമുക്ക് കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. വയറുവേദന, വീക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടും. അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചീത്ത ബാക്ടീരിയകളെ കൊല്ലുക, നല്ല ബാക്ടീരിയകളെ വളർത്തുക, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതിനുവേണ്ടി നല്ല ബാക്ടീരിയകളുടെ ആരോഗ്യം നിലനിർത്തുന്ന, എന്നാൽ ചീത്ത ബാക്ടീരിയകളുടെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തിൽ പ്രധാനമായിട്ടും ചില ചീത്ത ബാക്ടീരിയകളുടെ പേരുകളിലൂടെ നമ്മൾ കുറിച്ചിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള ബാക്ടീരിയകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ടും ഗട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ് എന്ന് പറയുന്നത് ഫെർമെന്റഡ് ഭക്ഷണം കഴിക്കുക. ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പുളിപ്പിച്ച നമ്മളുടെ പഴങ്കഞ്ഞി, അങ്ങനെയുള്ള പുളിപ്പിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മോർണിംഗ് ഉപയോഗിക്കുക. ഈവനിങ്ങിൽ നമ്മൾ തീർച്ചയായും ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഉച്ച സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മുടെ നല്ല ബാക്ടീരിയയ്ക്കും ചീത്ത ബാക്ടീരിയയ്ക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. എങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന എപ്പോഴും നല്ല ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പഞ്ചസാര, പ്രോസസ് ഫുഡ്, ഇതെല്ലാം നെഗറ്റീവാണ്. പലപ്പോഴും അത് ചീത്ത ബാക്ടീരിയ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, യോഗ, ധ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. മതിയായ ഉറപ്പുവരുത്തുക, 7 മുതൽ 8 മണിക്കൂറുള്ള ഉറക്കം. സോ ഇതൊക്കെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മൈക്രോബയോംസ് എന്ന തലത്തിൽ നിന്നുകൊണ്ട്, പ്രീബയോട്ടിക്കിന്റെ തലത്തിൽ നിന്നുകൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് തീർച്ചയായും ഒത്തിരി ടിപ്സുകളുണ്ട്. നമ്മളുടെ തന്നെ പാരമ്പരിക രീതിയിൽ അനേകം ടിപ്പുകൾ നമ്മുടെ പ്രായമുള്ളവരും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ടിപ്പുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ ഒത്തിരി. ഇപ്പം നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് സാധാരണ ആരും കഴിക്കാറുണ്ടോ, അങ്ങനെയുണ്ടോ, പഴങ്കഞ്ഞി ഉണ്ടാകാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പഴങ്കഞ്ഞിൻ്റെ ഒരു രീതിയൊന്നും ഇപ്പോൾ ഇല്ല, പക്ഷെ അത് ഒത്തിരിയും ശരീരത്തിന് നല്ല ബാക്ടീരിയകളെ നൽകുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും നന്നായിട്ട്. ഓക്കെ, സോ ആർക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? നല്ല ആരോഗ്യക്രമങ്ങൾ അനുവർത്തിക്കുന്നവർ പറയൂ. ജയ് സാർ പറയൂ. ശരീരത്തിന്റെ ഗട്ടിനെ സാർ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യണേ സാർ, അൺമ്യൂട്ട് ചെയ്യണം. സ്ഥിരമായിട്ട് പ്രോബയോട്ടിക് യോഗട്ട് കഴിക്കാറുണ്ട്.
പ്രോബയോട്ടിക്. എന്താണ് അത് സാർ? ബാക്ടീരിയ ഉണ്ടാകും. എന്താണ് കഴിക്കുന്നത്? പ്രോബയോട്ടിക്. അത് സപ്ലിമെന്റോ? യോഗർട്ട്. Yes, yes. നമ്മുടെ ഫേമസ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് നാച്ചുറൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഇത് മിക്സ് ചെയ്ത പല തരത്തിലുള്ളതുണ്ട്. നല്ല ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയ. പിന്നെ പറഞ്ഞതായിട്ടുള്ള ആഹാരങ്ങളും കഴിക്കാറുണ്ട്. ബീറ്റ്റൂട്ട് ഒക്കെ കഴിക്കും. വേറെ എന്താണ് സാർ പ്രാക്ടീസ് ചെയ്യുന്നത്? സാറിന്റെ രീതി ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഒക്കെ കഴിക്കും. നല്ലതാണ് ബീറ്റ്റൂട്ട്. പിന്നെ ആക്ച്വലി നമ്മുടെ ശരീരം അസിഡിക് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുക്കുംബർ ജ്യൂസ് ഒക്കെ കുക്കുംബർ ജ്യൂസ് ഈ പറയുന്ന ഈ വയറ്റിലെ അസ്വസ്ഥതകൾ ഒരുപാട് മാറും. അസിഡിസിറ്റി കുറഞ്ഞിട്ട് ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ പറയുന്നതായിട്ടുള്ള പല അസ്വസ്ഥതകളും മാറും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെയും വെജിറ്റബിൾസ്, പ്രത്യേകിച്ചും കൂടുതൽ വെജിറ്റബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കുറവാണ്. ഉച്ചയ്ക്ക് ഒരു 2 ചെറിയ സ്പൂൺ, 2-3 ചെറിയ ടേബിൾ സ്പൂൺ ചോറ് മാത്രമേ കഴിക്കാവൂ. മുഴുവനും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുമായിട്ട് ആഹാരപ്പാടെ കഴിക്കുന്ന ഉച്ചയ്ക്ക് 2-3 ചെറിയ ടേബിൾ സ്പൂൺ ചോറാണ് കഴിക്കുന്നത്. ബാക്കിയെല്ലാം വെജിറ്റബിളും അല്ലെങ്കിൽ രാവിലെ നട്ട്സാണ് നട്ട്സും മുട്ടയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ സലാഡ് കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റിക്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇൻസുലിൻ കൂടുതൽ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസ് ഒക്കെ മാറിക്കിട്ടും. ഗട്ട്സിന്റെ ഹെൽത്ത്, ഗട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വയറിനും ലാർജ് ഇൻറ്റെസ്റ്റൈനും ഇടയ്ക്കുള്ള ഭാഗമല്ലേ. തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു. ഗട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിന്റെയും ലാർജ് ഇൻറ്റെസ്റ്റൈന്റെ ഇടയ്ക്കുള്ള ആ സ്ഥലത്തിനാണോ ഗട്ട്സ് എന്ന് പറയുന്നത്? സാറേ സംശയം ചോദിച്ചു. അതായത് ഗട്ട്സ് എന്ന് പറയുന്നത് ഏത് ഏരിയയാണ് ശരിക്കുള്ള? ഗട്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് സ്റ്റൊമക്കിന്റെയും ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ഇടയ്ക്കുള്ള സ്ഥലമല്ലേ, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമല്ലേ, അതിനാ ഗട്ട്സ് എന്ന് പറയുന്നത്. സാറ് തുടങ്ങിയപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, തുടക്കത്തിൽ ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് സംശയമായിട്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും? ആർക്കെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞോട്ടോ. ഇതില് ഈ പണ്ട് അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കുട്ടികൾക്ക് വയറിളക്കാൻ മരുന്ന് കൊടുക്കുമായിരുന്നു. വയറിളക്കുക, അത് ഇടയ്ക്ക് വെക്കേഷൻ സമയത്തൊക്കെ വയറിളക്കിയിട്ട് അത് ഇപ്പം ഈ അലോപ്പതി വയറിളക്കുന്നതിൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിലും അത് വളരെ നല്ലൊരു ഇതായിരുന്നു. കാരണം ഈ ചീത്ത ബാക്ടീരിയ എങ്ങനെ കൊല്ലണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് എക്സ്പെൽ ചെയ്ത് കളയാൻ ഈ വയറിളക്കൽ മരുന്ന് നല്ലതായിരുന്നു, നല്ലതാണ്. അതേപോലെ ഈ ഒരു കാര്യമാണ് ഈ ത്രിഫല എന്നും പറഞ്ഞിട്ട് ഈ ആയുർവേദത്തിൽ ത്രിഫല ചൂർണമായിട്ടും ഒക്കെ കഴിക്കുന്നത് ഈ നല്ല ബാക്ടീരിയയെ വളർത്താൻ ഉള്ള ഒരു നല്ല മാർഗ്ഗം. പ്രത്യേകിച്ചും പ്രായം കൂടിയൊരു ഈ കഫക്കെട്ടുള്ളവരൊക്കെ തൈരും അതേപോലെ യോഗട്ട് ഒക്കെ അവർക്ക് കഫം ഉണ്ടാക്കുകയും ചെസ്റ്റ് കൺജഷൻ, ത്രോട്ട്, സൗർ ത്രോട്ടൊക്കെ ഉണ്ടാക്കുകയും പിന്നെ ഇത് കഴിച്ചിട്ട് രാത്രി കിടന്നാൽ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ ഈ ത്രിഫല നല്ലതാണ്. ത്രിഫലയിലുള്ളതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക, താന്നി, കടുക്ക, ഇത് 3ആണ്. അപ്പോൾ രാവിലെ ഈ നല്ല മോഷൻ പോകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത്. പിന്നെ ഈ ചീത്ത ബാക്ടീരിയ പെരുപ്പിക്കുന്നതാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒരു പരിധി വരെ. നമ്മുടെ ഈ ഫ്രൈഡ് ഐറ്റംസ്, അതേപോലെ ഈ ബീഫും പൊറോട്ടയും ബീഫും, അതെ പൊറോട്ടയും ബീഫും പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ നോൺ വെജിറ്റേറിയൻ ആൾക്കാരുടെ മലത്തിന് ഭയങ്കരമായ ദുർഗന്ധവും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പച്ചക്കറി
എന്ന് പറയുന്നത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നതും ഫേവറബിൾ മൈക്രോബ്സിനെ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ ഈ സ്കിൻ ഡിസീസ് ധാരാളം കാണുമ്പോൾ ഒരു വയറിളക്കലും ഈ വയറിൻ്റെ ഗട്ട് ഹെൽത്തും സ്കിൻ ഹെൽത്തുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ ഗട്ട് ഫീലിംഗ് എന്ന ഗട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ സാർ ചോദിച്ചില്ലത് കുടൽ എന്നാണ് ഈ ഗട്ടിന് പൊതുവെ പറയുന്നത്. കാരണം ഈ സൂക്ഷ്മാണുക്കൾ ഉള്ളത് നമ്മുടെ ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഭാഗത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഈ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ ഈ കുടൽ നിന്ന് എടുത്താൽ മതിയാവും. അത് കൃത്യമായിട്ട് വൻകുടലും ആമാശയവും ചേരുന്ന ഭാഗമൊന്നും ഇല്ല അതിന്. അപ്പോൾ കുടൽ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ വരുന്ന ഭാഗങ്ങളാണ്. ഈ മോശം ബാക്ടീരിയ പെരുകുന്നു എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് വാതമൊക്കെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ബാക്ടീരിയ. അതാണ് ഈ ഒരുപാട് പേർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിൽ ഈ ഭക്ഷണത്തിൻ്റെ പ്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വെള്ളം ധാരാളം കുടിക്കലും നല്ലൊരു കാര്യമാണ്. പിന്നെ രാത്രിയിൽ നമ്മുടെ ഈ നല്ല ബാക്ടീരിയ വളർത്താനും സഹായിക്കുന്ന ഒന്ന് നമ്മുടെ ഈ നമ്മുടെ സലാഡ് വെള്ളരി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ പച്ചക്കറി കടയിലും ഫ്രൂട്ട് സ്റ്റാളിലും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഈ വിഷമൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൊലി എത്തി കളഞ്ഞതിന് ശേഷം ഒരു സലാഡ് വെള്ളരി കഷ്ണം നുറുക്കിയിട്ട് അത് സലാഡ് പോലെ രാത്രിയിൽ കഴിച്ചു കിടക്കുന്നത് ഈ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ ആസിഡിറ്റി കുറയ്ക്കാനും, അതായത് ഒരു ആൽക്കലൈൻ മീഡിയയിലേക്ക് ബ്ലഡും അതേപോലെ നമ്മുടെ ഗട്ട് സൊല്യൂഷൻസും ഒക്കെ അതെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് നമ്മൾ ഈ മുതിർന്നവർക്കാണ് ഇതൊക്കെ ഗുണം ചെയ്യുന്നത്. മുതിർന്നവർക്ക് ഈ ഗട്ട് മൊബിലിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ പെരിസ്റ്റാൾസിസും ഒക്കെ ഭക്ഷണം നീങ്ങിപ്പോകുന്ന വേഗതയും ഒക്കെ കുറവായതുകൊണ്ട്, പ്രത്യേകിച്ച് സെഡൻഡറി ലൈഫ് നടത്തുന്ന, അതായത് വലിയ എക്സർസൈസില്ല, ഓട്ടമില്ല, ചാട്ടമില്ല, നമ്മളെപ്പോലൊക്കെ റിട്ടയർ ചെയ്തിരിക്കുന്നവരൊക്കെ ഈ ആമാശയത്തിൽ ഭക്ഷണം അധികം നേരം കെട്ടിക്കിടക്കാതെ വേഗം മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം ശീലിക്കുന്നത് നല്ലതാണ്. അതേപോലെ മറ്റു കാര്യം, 2 നേരം ഈ മലവിസർജനം നടത്തുന്നത്. രാവിലെ ആസ് യൂഷ്വൽ നമ്മൾ ബെഡിൽ നിന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് കക്കൂസി പോകുന്നത് പോലെ വൈകുന്നേരവും നമ്മൾ ഈ മേല് കഴുകാൻ പോകുന്നതിൻ്റെ ഒപ്പം ഒന്ന് കക്കൂസിൽ പോകുന്ന 2 നേരത്തെ ഡെഫിക്കേഷൻ ശീലിക്കുന്നത് ഈ നമ്മുടെ ഈ ഗട്ടിൻ്റെ ശുദ്ധീകരണത്തിനുമൊക്കെ വളരെ നല്ലതായിട്ടൊരു ഈ സ്കിൻ ലീഷൻസ് അല്ലെങ്കിൽ ഇറപ്ഷൻസ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഒക്കെ കാണുമ്പോൾ വിചാരിച്ചോണം നമ്മുടെ ഗട്ടിൽ കിടക്കുന്ന ബാക്ടീരിയകൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നങ്ങ് ധരിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഞാൻ എൻ്റെ ഒരു ജീവിത രീതിയും ചര്യയും വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ സാർ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇത്. അധികം പേര് ശ്രദ്ധിക്കാത്തതാണ് ഈ ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഈ ചീത്ത പ്രവർത്തികൾ അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ എന്നൊക്കെ, വെപ്രാളം വരുമ്പോഴും ഒക്കെ പെട്ടെന്ന് കക്കൂസി പോകാൻ മുട്ടുന്നത്, പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ പെട്ടെന്ന് ടെൻഷൻ കയറിയിട്ട് ഈ ഇതില് മാനസികമായിട്ട് ബന്ധമാണ്. അതെ മനസ്സിന് വെപ്രാളപ്പെടുമ്പോഴും ഒക്കെ നമ്മുടെ ഈ സൂക്ഷ്മാണുക്കൾ കടന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ സ്വാത്വിക ഭക്ഷണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ വയറിനെ ശുദ്ധമാക്കി സൂക്ഷിക്കുകയും അടുത്തിരിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കുക. ഈ പ്രായമുള്ള ഒരുപാട് പേര് ഒരു വലിയ പ്രശ്നം, കൊതി കൂടും. അപ്പോൾ ഈ കണ്ണി കണ്ട വറുത്തതും പൊരിച്ചതും ഒക്കെ തിന്നും, പൊറോട്ട തിന്നാനും ഒക്കെ. ചാവാൻ കിടക്കുന്ന വൃദ്ധനോട് ഒരാൾ ചോദിച്ചു, ഇതാ നമ്മുടെ അടുത്ത് തന്നെയാണ്, എന്താണ് ഭക്ഷണം ഇഷ്ടമെന്ന് പറഞ്ഞു പൊറോട്ടയും ബീഫ് ഫ്രൈ അല്ലെ ചില്ലി ചിക്കനും വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര വയറ് പ്രശ്നമായി. ഇപ്പോൾ ദാ പാലന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. കൊതിയാണ് വലിയൊരു പ്രശ്നം. ശരി സാർ, താങ്ക് യു. നമ്മുടെ അകത്തെ ബാക്ടീരിയ ഭയങ്കര വില്ലന്മാരാ. അവർക്ക് ഇങ്ങനത്തെ സാധനം മതി. ആ ടേസ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടേസ്റ്റി ഫുഡ് കഴിക്കണമെന്ന് നമ്മളെ മണം കൊണ്ടും അല്ലെ രുചി കൊണ്ടും ഒക്കെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്കൊരു വയറ്റിലകത്തുള്ള കോളനി ഒരു ബാഡ് ബാക്ടീരിയ കോളനിയാണ്. അതെപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ട ഫുഡുകളായിരിക്കും. രാവിലെ ഇഡലിയാണോ പൊറോട്ടയാണോ കഴിക്കുന്നത്? കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ചീത്ത ബാക്ടീരിയകൾ എപ്പോഴും. അതെ, എപ്പോഴും അവരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളറിയാതെ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകും. ഓക്കെ, വേറെ ആർക്കാ ഷെയർ ചെയ്യാനുള്ള എനിത്തിങ്? ഷെർലി മാം, ജോർജ് സാർ, അനിൽകുമാർ സാർ, ആരെങ്കിലും ഷെയർ ചെയ്യാം നമ്മളുടെ
ജീവിതക്രമങ്ങൾ. എന്തായാലും ഞാൻ അവസാന ഭാഗമാണ് കേട്ടത്. അത് വെച്ച് ഞാൻ കുറച്ച് പറയാൻ പറ്റും. ഞാൻ കൂടെ ഫോളോ ചെയ്യുന്നു. കാരണം മകളിപ്പോൾ അഡ്മിഷനെ 10ാം ക്ലാസ് കൊച്ചുമോൾ പാസ്സായി. അതിൻ്റെ കാര്യമൊക്കെ എന്നോട് പറയാനും സംസാരിക്കാനും നാളെ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊക്കെ ആലോചിക്കാൻ വന്നപ്പം ഇതിൽ അല്പം ശ്രദ്ധക്കുറവൊക്കെ പറ്റി. എങ്കിലും സാർ അവസാനം പറഞ്ഞു വെച്ച് ഞാൻ പറയുകയാണ്. എന്തായാലും നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയെ പറ്റി പറഞ്ഞ് എന്തായാലും അത് ഏകദേശം അവിടെ എവിടെ കേട്ടെങ്കിലും നല്ല കാര്യമാണ്. എന്തായാലും സാറ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വെജിറ്റബിൾ ഫുഡ് ആണ് ഏറ്റവും നല്ലത്. ഈ ചുമല ഇറച്ചി, അതായത് പോത്തിറച്ചി, പിന്നെ ആട്ടിറച്ചി, പന്നിയിറച്ചി, ഈ വക ഇറച്ചികൾ, മാംസം നമ്മൾ അവോയ്ഡ് കുറയ്ക്കുകയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും മാറാനൊക്കും. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര കുറയ്ക്കണമെന്ന് പറയുന്നത്, പഞ്ചസാര, ഉപ്പ്, അതുപോലെ മൈദ, ഈ സാധനം വൈറ്റ് എന്നുള്ള 4 കാര്യങ്ങളാണ്. പൊറോട്ട ഈ മൈദ എന്ന് പറയുന്ന സാധനം, ഉപ്പ്, പഞ്ചസാരയൊക്കെ വൈറ്റാണ്. ഈ പാല് വരെ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതും വൈറ്റിൽപ്പെട്ടാണ്. ഈ സാധനങ്ങളുടെ അവോയ്ഡ് ചെയ്താൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. പിന്നെ ഈ പിക്കിൾസും പായസവും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ ആഹാരം, നമ്മൾ ഉപ്പും പഞ്ചസാരയും നമ്മൾ വളരെയധികം റെഗുലേറ്റ് ചെയ്യണം. സാറ് ലാസ്റ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ മാനസികമായിട്ട് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഈ 7-8 മണിക്കൂർ ഉറക്കം. പിന്നെ ചിലരെയൊക്കെ സംബന്ധിച്ച് ഇപ്പം അത്രയും നേരം വേണ്ട. ഇപ്പം എന്നെ സംബന്ധിച്ച് പണ്ട് 7-8 മണിക്കൂർ ഉറങ്ങുന്നെങ്കിൽ അത്രയും മണിക്കൂറൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേക്കാനാണ് ഇച്ചിരി പാട്. ഈ രാജു ഫിലിപ്പ് സാറൊക്കെ ശരിക്കും രാവിലെ ഇറങ്ങുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെ ഒരു ക്ലാസ്സിലുണ്ടായിട്ടുണ്ട്. ഞാനത് നിർത്തിയിട്ട് എത്രയോ കാലമായി. എനിക്കത് പറ്റുന്നില്ല. ദിവസം മുഴുവൻ പോകും. അല്ലാതെ ശീലിച്ചു വരണം. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. അപ്പോൾ ഈ 7 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കം കഴിവതും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് സാർ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ് ഈ യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാലും നമുക്ക് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കണം. പ്രയർ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കൊളസ്ട്രോൾ 268 ഉണ്ടായിരുന്ന ആളിപ്പം ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ 134 ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ഇറച്ചിയില്ല, മുട്ട കഴിക്കുന്നില്ല, പറയുന്ന വലിയ ടൈപ്പ് മീനുകൾ കൂട്ടുന്നില്ല. ഇതൊക്കെ കുറച്ചപ്പോൾ ഇതെല്ലാം താഴെ വന്നിരിക്കുക. അപ്പം നമ്മൾ തന്നെ എല്ലാം ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് ആപ്റ്റായിട്ടുള്ള ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ്. എല്ലായിടത്തുള്ള ഒരു ബാലൻസിങ് നമ്മൾ ചെയ്തു പോകണം. അതാണ് സാറിവിടെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം മുഴുവൻ കേട്ടില്ല എങ്കിലും നമ്മളെ ഇങ്ങനെ ഒരു നല്ലൊരു അവബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെ വീണ്ടും എടുത്ത് ചിന്തിക്കുക, ഇവിടെ ഇത് എത്ര കഴിക്കാവോ, ഇതൊക്കെയാണോ നല്ലത്. സാറ് പിന്നെ ഒരു കാര്യം പണ്ട് ഇപ്പോൾ എടുത്തു പറഞ്ഞു, ഞാൻ ഓർത്തുകൂടെ. എൻ്റെ അമ്മയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പഴങ്കഞ്ഞി, ഈ കാന്താരി മുളകൊക്കെ തേച്ച് ഒഴിച്ചു, ചില തൈരുമൊക്കെ ഒഴിച്ച് അവർ കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങളും അത് കാലത്ത് കുറച്ച് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇപ്പം അതൊക്കെ നമ്മൾ പാടെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും സാർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർക്കാനും നമ്മുടെ ആരോഗ്യവും സന്തോഷവും വീണ്ടെടുക്കാൻ വേണ്ടി ഇമ്മാതിരി നല്ലൊരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നു. വളരെ താങ്ക്സ് ഉണ്ട്. അടിപൊളി ക്ലാസ് സാർ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളുമായിട്ട് വരട്ടെ എന്ന ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുകയാണ് തൽക്കാലം. സാറേ, ഡെയിലി 2 മുട്ട കഴിക്കുന്നത് നല്ലതെന്നാണ്. മുട്ട ആവശ്യമാണ്. മുട്ട നല്ല കൊളസ്ട്രോൾ, അതായത് ഈ പറയുന്നതായിട്ട് ട്രൈഗ്ലിസറൈഡും ഇതിനകത്തില്ല. ട്രൈഗ്ലിസറൈഡുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ഈ പറയുന്ന കൊളസ്ട്രോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. എനിക്ക് 130 ഉള്ളൂ, 120 ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് ഇത് കഴിക്കുന്നുണ്ട്. നമ്മുടെ എന്നാ കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. 120 ആയിട്ട്. കാരണം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തവരൊക്കെ ആജീവനാന്തം കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കണമെന്നല്ല, ആവശ്യമായിട്ടല്ല, അത് കഴിക്കുന്നുണ്ട്. മരുന്നുകള് നമ്മള് ചില ഫുഡുകൾ എടുക്കുമ്പോൾ, നോർമൽ ടൈപ്പ് ഫുഡിനെ വ്യത്യാസപ്പെടുത്തി എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉള്ളത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഓരോ വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മുടെ ശരീരത്തിന്റെ ആ സ്വതസിദ്ധമായ ശൈലിക്ക് മാറ്റം ഉണ്ടാകും. പിന്നെ അപ്പം അതുകൊണ്ട് എപ്പോഴും അതൊരു ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പം മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം സമീകൃതമായ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കഴിക്കണം. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെയല്ല, എങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, രാവിലെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാനൊക്കെ രാവിലെ ഉപയോഗിക്കുന്ന മുഴുവൻ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ രാവിലെ.
ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്ത് കഴിക്കാം, റൈസോ ഈ പറയുന്ന രീതിയിലുള്ള ഏത് ഫുഡും കഴിക്കാം. വൈകുന്നേരം പക്ഷെ നമ്മൾ എന്താക്കി മാറ്റുക, പറ്റുമെങ്കിൽ നമ്മൾ വെജിറ്റബിൾ, പ്രത്യേകിച്ച് നമ്മുടെ മൈക്രോബയോംസിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫൈബറുകൾ അടങ്ങിയ പച്ചക്കറികൾക്കായിരിക്കും കൂടുതലത്. പച്ചക്കറികളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ചേഞ്ച് കൃത്യമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അത് നമുക്ക് അലവേണമല്ലോ, എല്ലാം ഇങ്ങനെ നിയന്ത്രണത്തിലൂടെ പോയാൽ ശരിയാവും. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചോളൂ, പക്ഷേ രാവിലെയും വൈകുന്നേരവും നമ്മൾ നിയന്ത്രിതമാക്കുക. അപ്പോൾ ശരീരത്തിലെ ആരോഗ്യപരമായ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും. ക്രമേണ ഉണ്ടാകത്തുള്ളൂ, പെട്ടെന്ന് ഒരു ചേഞ്ച് വരത്തില്ല. അപ്പൊ എനിക്ക് ഞാനത് കഴിയാൻ കാരണമുണ്ട്. എന്നെ നോക്കിയ കാർഡിയോളജിസ്റ്റ് പറഞ്ഞത് മുട്ട കഴിക്കുകയേ വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാനിപ്പം വേറെ ഡോക്ടർ ഫിസിഷ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് വെള്ളയുടെ മുട്ട കഴിക്കാം, ചുവപ്പ് കഴിക്കരുത്, ഉണ്ണി കഴിക്കരുത്, വെള്ള ശരിക്കും 1 2 ഡെയിലി വേണമെങ്കിലും കഴിച്ചോളൂ, ഉണ്ണി കഴിക്കേണ്ട. പിന്നെ മാസത്തിലൊക്കെ ഒരിക്കൽ വേണമെങ്കിൽ നമ്മൾ കൊതിക്ക് വേണ്ടി കഴിക്കുക. ഇറച്ചി ആയാലും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് ഫിസിഷ്യൻ ആയാലും പറഞ്ഞത്, നമുക്ക് കൊതിയുള്ള സാധനം കഴിക്കുക, എന്തും 1 2 കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിച്ചാൽ മതി. അത് ലിമിറ്റ് ചെയ്യാം, അത് കഴിക്കണ്ടെന്നല്ല, ലിമിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് അനുസരിച്ച് അത് ഡോക്ടേഴ്സിനെ കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് അത് പറയാൻ പറ്റത്തില്ലല്ലോ, ഒരു ജനറൽ ഓഡിയൻസ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് എങ്ങനെ വേണം, ഏത് രീതിയിൽ പോകണം എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം. ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യാനുള്ളതല്ല. ഇപ്പൊ പ്രോബയോട്ടിക്സ് ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല പ്രോബയോട്ടിക്സുകളിലും കളറുള്ളതുണ്ട്, ഷുഗർ ഉള്ളതുണ്ട്. നാച്ചുറലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ. വേറെ ആർക്കും ഷെയർ ചെയ്യണ്ടോ? ജോർജ് സാർ പറയും. സാർ വെൽക്കം സാർ, താങ്ക് യു സാറേ. ഒരു ഫിസിഷ്യൻ ക്ലാസ് എടുത്താൽ പോലും ഒരുപക്ഷെ സാധാരണക്കാരന് ഇത്രയൊന്നും മനസ്സിലാകുന്ന വിധത്തിൽ എടുക്കില്ല, കഴിയില്ല. അതുകൊണ്ട് തന്നെ സാറിന് പ്രത്യേകം നന്ദി അഭിനന്ദനം ആദ്യമേ അറിയിക്കട്ടെ. പിന്നെ സാറേ, ഈ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം മറ്റാരേക്കാളും ചുമതലപ്പെട്ട് നമ്മൾ തന്നെ, ഒരു സംശയമില്ല. ഡോക്ടർക്ക് പരിധിയുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും ഭക്ഷണ രീതിയും ജീവിത രീതിയും കണ്ടാൽ ഇതെല്ലാം ആശുപത്രിക്കാർക്കും ഡോക്ടർമാർക്കും കോൺട്രാക്ട് കൊടുത്ത പോലെ ആ ഗുളികകളൊക്കെ വാരി കഴിക്കാൻ ഒരു മടിയും ഇല്ല, എത്ര വേണേലും കഴിക്കും. പക്ഷേ കഴിക്കുന്ന ഓരോ ഗുളികയും പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കുറെ കഴിയുമ്പോൾ ആ മരുന്ന് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ കഴിച്ചവനൊക്കെ തിരുത്താൻ പറ്റും, അവനനുഭവിച്ചേ പറ്റും. ഇത് ഇപ്പൊ ജീവിത രീതിയിൽ നമ്മൾക്ക് ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ നിയന്ത്രിച്ചാൽ ഒരു പരിധി വരെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഞാനും പണ്ടൊക്കെ ഭക്ഷണത്തോടൊപ്പം ഏതാണ്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളമെങ്കിലും കഴിക്കുക. അതൊക്കെ മാറിയത് തിരിച്ചറിവിന്റെ ഇതിലാണ്, ഓരോ അവയർനെസ് പ്രോഗ്രാമിലൂടെ. പിന്നീട് ഭക്ഷണത്തിനോട് അടുത്ത് ഒരിക്കലും വെള്ളം കഴിക്കാറില്ല, ഒരു അരമണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം. ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ ക്യാൻറ്റീനിൽ വെച്ച് പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, ഉണ്ണാനിരിക്കുമ്പോൾ അവരൊക്കെ എന്തുമാത്രം മരുന്ന് കഴിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അവരോട് പറയും, നമുക്ക് നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ വാ. യെസ്, അത്ര വളരെ പെട്ടെന്ന് ആഴ്ചകൾ കൊണ്ട് പോലും ആ വ്യത്യാസം അനുഭവിച്ചവരുണ്ട്. ഒത്തിരി പേരത് പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥമായി ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കും, മിക്കവാറും ഒരരികു പറ്റിയിരിക്കും. എന്നിട്ട് വിശാലമായി ക്യാൻറ്റീനിൽ നിരന്നിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു ശീലം. അതൊരു 90കളിൽ തുടങ്ങിയത്. അതിൻ്റെ ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഉദരസംബന്ധമായ ഒരു അസുഖം പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം ഇങ്ങനെയൊക്കെ നോക്കി നടന്നെങ്കിലും അവസാനം ഹാർട്ട് ഫെയിലിയർ എന്നുള്ള വിധത്തിലൊക്കെ പറഞ്ഞ് ബൈപ്പാസ് ചെയ്യേണ്ടി വന്നെങ്കിലും ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് സർവേശ്വരൻ സർവ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. സൃഷ്ടി ഇത്ര മനോഹരമായ, ഇത്ര സങ്കീർണമായ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ചുമതല നമ്മുടേത് ആരോഗ്യം സൂക്ഷിക്കാൻ. അത് പരമാവധി നമുക്ക് പാലിക്കാൻ പറ്റിയാൽ അത് കുറച്ചെങ്കിലും മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നീട്ടിവെക്കാം. എല്ലാം ഒന്നും
പരിഹരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് കടന്നു പോകണ്ടേ, എന്തെങ്കിലും ഒരു വഴി വേണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ കുറുക്കു വഴി വേണ്ട എന്ന് ചിന്തിക്കാം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും സാറേ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സാർ. സാർ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ ആരോഗ്യം. അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അതുപോലെയൊക്കെ ഫോളോ ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല, ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ വയറ്റിനകത്ത് ഒരു നല്ല ബാക്ടീരിയ കോളനി ഉണ്ടെങ്കിൽ ആ കോളനിയെ കൃത്യമായിട്ട് പരിരക്ഷിക്കാൻ നമ്മളൊരു സ്വല്പം മെനക്കെട്ടാൽ അതുകൊണ്ട് നമുക്ക് തന്നെ ക്യൂറിങ് സിസ്റ്റം അവിടെ തന്നെ ഉണ്ടായിക്കോളും. നമ്മൾ വഴിതെറ്റി പോകുന്നത് കൊണ്ടും ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോഴും നമ്മൾ ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കും. ആന്റിബയോട്ടിക്കുകൾ തീർച്ചയായും ഈ കോളനിയെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കും. അതിലെ നമുക്കൊരു നല്ലൊരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്ന ഒരു മാസം 1.5 മാസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫുഡൊക്കെ കറക്റ്റ് ആവുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ ദഹിപ്പിക്കാൻ പറ്റുന്ന കോളനികളെല്ലാം തന്നെ ആന്റിബയോട്ടിക്കിന്റെ ശക്തമായ പ്രതിരോധത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അവബോധം ഞാനിപ്പോഴും ഓർക്കുന്നു സാറ്, സാബു സാർ അന്ന് പറഞ്ഞ ബൈപ്പാസ് ചെയ്ത് കിടക്കുമ്പോൾ എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, വായിക്ക് ഒരു രുചിയില്ല. ഭക്ഷണം കാണുമ്പോഴേ വലിയ അതൃപ്തി. കഴിക്കുന്ന എല്ലാവരും നിർബന്ധിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. പക്ഷെ ആ തൈര് പ്രയോഗം ഉണ്ടല്ലോ, ഓ 3-ാം ദിവസം പോലും ഞാൻ ഭക്ഷണം ധാരാളം കഴിക്കാൻ തുടങ്ങി. വളരെ രുചി, മനസ്സിൽ നമുക്ക് മനസ്സിന് വെറുപ്പുണ്ടായിരുന്നിടത്തുനിന്ന് താല്പര്യം കൂടി, നാവിന് രുചി അത് വന്നു. അതിന്റെ പ്രധാന കാരണം അതാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ തന്നെയാണ് സത്യത്തിൽ. അപ്പൊ അത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡെവലപ്പ് ചെയ്ത് വന്നോളും. നമ്മൾ അതിനൊന്നും താല്പര്യം കാണിക്കാതെ വരുമ്പോഴാണ് കുഴപ്പം വരെ. അല്ല, ആന്റിബയോട്ടിക് അതിശക്തമായതല്ലേ അവര് തരുന്നത്, അപ്പൊ പിന്നെ അതിനകത്തെല്ലാം പെട്ടുപോയി. നമുക്കൊന്നും രോഗം മാറുക ചെയ്യാനില്ല. എന്നുള്ളതാണ് അത്യാവശ്യം. രോഗം മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ നമ്മുടെ പ്രോസസ്സാണ്. പിന്നെ കാണാൻ നാക്കിനും മൂക്കിനും കണ്ണിനും പറ്റിയതാണല്ലോ ഭക്ഷണം, അതാണ് അതിലേക്ക് പോകുന്നതാണ് പ്രശ്നം. ഒറ്റൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ മുട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞ പ്രായമുള്ളവരുടെ കേസിൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ചികിത്സ ചെയ്യുന്നുണ്ട്, ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് മുട്ട കുറയ്ക്കാൻ പറ്റുന്നത് എന്നും പറഞ്ഞ് 10, 18, 20 വയസ്സുള്ള പിള്ളേർ മുട്ട കഴിക്കാതിരിക്കുകയോ ഇറച്ചി കഴിക്കാതിരിക്കുകയോ പാടില്ല. അവർക്ക് കഴിക്കേണ്ട സമയമാണ് അതൊക്കെ. അവർക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല സാർ. അവർക്ക് പ്രോബ്ലം വരുന്നത് ഒരു പരിധി കഴിയുമ്പോഴാണ് വരുന്നത്. ഒട്ടും ശ്രദ്ധയില്ലാത്ത രീതിയിലുള്ള ഭക്ഷണം പ്രായമുള്ളവർക്കാണല്ലോ എല്ലാ കാര്യങ്ങളും. കാരണം ഈ നമ്മളറിയാതെ കുറെ രോഗങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രോഗങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ മുട്ട പ്രിഫർ ചെയ്യണം, ചിലപ്പോൾ വേണ്ട. അതായത് നമ്മൾ എപ്പോഴും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ പറഞ്ഞ ഒരു ന്യൂട്രീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേണം അങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിയിലും പ്രയാസകരമല്ലാത്ത ഫൈബർ, പച്ചക്കറി അങ്ങനെയുള്ള ഫുഡുകളൊക്കെ എപ്പോഴും നന്നായിരിക്കും. വേറെ ആർക്കാ ഷെയർ ചെയ്യാൻ പറ്റുന്നത്? മരുന്നെങ്കിലും സരസ്വതി മാം, ഇന്ദിര മാം, ശൈലജ മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. എല്ലാവർക്കും ഒരു ബോധ്യങ്ങൾ, ഇടക്കിടക്ക് ഇങ്ങനത്തെ ടോക്ക് കിട്ടുമ്പോൾ ഒരു അവയർനെസ് നമുക്ക് ഒരു ഉള്ളിൽ ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യണം എന്ന്. പിന്നെ ചെറുപ്പം കൊച്ചുങ്ങളെ ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ വിടാൻ പറ്റൂല. കാരണം 12-18 വയസ്സുള്ള പിള്ളേരൊക്കെ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോഴത്തെ ഈ ഓർമ്മ വെക്കുമ്പോ തുടങ്ങി അവര് ഈ ടിൻ ഫുഡും ഈ പാക്ഡ് ഫുഡൊക്കെ കഴിച്ചാണ് പിള്ളേർ അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൊച്ചു പിള്ളേരെ ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ വിടാൻ പറ്റൂല. അവർക്കും ടേക്ക് കെയർ ചെയ്യണം. പിന്നെ കൊളസ്ട്രോള് ഒരു വശം കൊണ്ടിട്ട് നമ്മൾക്ക് ശരീരത്തിന് കുറെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പേശികളൊക്കെ ഡോക്ടർ സുനിൽ സാറ് പറയണ പോലെ പേശികളൊക്കെ വെറുതെ ചുരുങ്ങി പോകും. പേശികളുടെ ബലത്തിന് കുറച്ച് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോൾ നമ്മൾക്ക് വേണം. അപ്പോൾ എല്ലാം ഒഴിവാക്കി പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രം കഴിക്കണതിലോട്ടും നമ്മൾക്ക് പോകാൻ പറ്റില്ല. അതും എല്ലാവരും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വേണം. അയ്യോ ഞാൻ ഒന്നും കഴിക്കണില്ല, എനിക്ക് കൊളസ്ട്രോൾ വന്നു പോയെന്നും പറഞ്ഞ് മാറ്റിയാല് നമ്മളുടെ മസിലൊക്കെ ചുളിയാൻ തുടങ്ങും. മസിൽ വേണം. മസിൽ ഹെൽത്തിനാണ് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യണത്. ഒരു പ്രായം കഴിഞ്ഞ് നമ്മളുടെ മസിലൊക്കെ ബലം കുറയും. വേണ്ട ആവശ്യമുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ ഒക്കെ ചെയ്യുന്നത്. അത് തന്നെ. ഒപ്പം നമ്മളുടെ മനസ്സിന്റെ നല്ല ഹാപ്പിനെസ് അതും വേണം. അതുണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം. വെറുതെ ഒരു മുറിയിൽ അടച്ചു കെട്ടിയിരുന്ന് നല്ല ഫുഡ് ഞാൻ കുറെ വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊരിക്കലും നമ്മളുടെ വയറ് അക്സെപ്റ്റ് ചെയ്യില്ല.
അതാണ്. അപ്പൊ ഹാപ്പിനെസ്സും അതിനോട് കൂട്ടിച്ചേർക്കണം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഏതായാലും സാബു സാറ് കുറേ അങ്ങേറ്റം ശരിക്കും എനിക്ക് തോന്നുന്നു 2020 തുടങ്ങി ഞാൻ ഏതാണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഈ ക്ലാസ്സിൽ കയറാറുണ്ട്. അപ്പൊ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏതായാലും നന്നായി. നമ്മള് എല്ലാവരും സ്ഥിരം ഇത് കേട്ടോണ്ടിരിക്കുവല്ലേ? ഏതോ സ്ഥിരം ഇത് കേട്ടോണ്ടിരിക്കുവല്ലേ? തന്നെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അവയർനെസ് ആണ്. പിന്നെ മുട്ട കഴിക്കാൻ പാടില്ല. ഓരോരുത്തർ പ്രത്യേകിച്ച് യൂട്യൂബ് ഇറങ്ങിയപ്പോ ആളുകൾ ഒന്ന് കേൾക്കുമ്പോ അതിന്റെ പുറകെ പോകും. അങ്ങനെയാണ് കുറെ അസുഖം. പിന്നെ മലയാളികളെ സംബന്ധിച്ച് ഞാനടക്കം നമ്മൾക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്, അനങ്ങിയ ആവശ്യം. അപ്പൊ ആവശ്യങ്ങൾക്ക് ഈ കാറ്ററിംഗുകാരുടെ ഫുഡാണ് വലിച്ചു വിഴുങ്ങുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്തരം രോഗം വന്നതിന്റെ കാര്യം അതാണ്. കാരണം പുറത്തൊക്കെ ഇത്ര ആവശ്യങ്ങളില്ല. ഇത് ആഴ്ചയിൽ ഒന്നില്ലെങ്കിൽ ഒരാണ്ട്, അല്ലെങ്കിൽ 7, അല്ലെ ബാപ്റ്റിസം, ഇങ്ങനെ പോകുന്നു ആവശ്യങ്ങളുടെ കൂട്. അതാണ് ആഴ്ചയിൽ ഒരു 3 ആവശ്യങ്ങളും വരും നമ്മൾക്കൊക്കെ. നമ്മള് കഴിക്കേണ്ടെന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല. അത് തന്നെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് തൊട്ട് പോന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു, അപ്പൊ നമ്മള് സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് ഒരു ഒരു ശക്തി, ഒരു ഹെൽപ്പ് വേണം. അതാണ് ഒരു ധൈര്യം വേണം. അത്ര ആവശ്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അനങ്ങിയ ആവശ്യമാണ്. പണ്ട് കുർബാന സ്വീകരണമൊക്കെ ഒന്നും അതാ ഇപ്പൊ അത് അത്താഴൂണ്. ഞങ്ങളുടെ അവിടെയൊക്കെ എറണാകുളം സൈഡിലൊക്കെ തലേ ദിവസം, പിറ്റേ ദിവസം, അങ്ങനെ 3 ദിവസമായിട്ടാണ് കുർബാന സ്വീകരണം നടത്തുന്നത്. അപ്പൊ ആഘോഷങ്ങളുടെ ഒരു പൊലിമയാണല്ലേ? ആഘോഷങ്ങളുടെ ഘോഷയാത്ര. അതും എന്തെല്ലാം വെറൈറ്റി ഉണ്ടാക്കാം. പുറത്ത് ചായക്കടകള്, അകത്ത് വേറെ ഫുഡ്, അങ്ങനെയുള്ള കുറേ തരങ്ങൾ. അപ്പൊ നമ്മളുടെ ശരീരമാണ്, നമ്മളുടെ വയറാണെന്നുള്ള ഒരു ചിന്ത നമ്മളിലോട്ട് വരണം. ആവശ്യങ്ങൾ അങ്ങനെ ഒരു വശം നടക്കട്ടെ. ഏതായാലും ഓക്കെ സാർ. ഇന്ന് നമ്മള് വാർത്തയെ കണ്ടില്ലേ? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ ആയിട്ടുള്ള വന്ദേ ഭാരതിൽ കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച്. അപ്പം ആ. ഈ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കണ്ണോടെ കൂടി മാത്രമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. സ്വല്പം നിയന്ത്രണം നമ്മുടെ ഭാഗത്തും ഉണ്ടാകണം. അത് തന്നെ. പിന്നെ കുറച്ച് മനസാക്ഷി. ഇപ്പൊ നമ്മള് അതില്ല, ബിസിനസ്മാരാണ്. അതിപ്പോ ആർക്കാ ഉള്ളേ? അതുണ്ടെങ്കിൽ ഓക്കെ സാർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഷെയർ ചെയ്യൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് തിരുക്കുറളിന്റെ അടുത്ത സെഷൻ നമുക്ക് കേൾക്കാം. സോ എല്ലാവരും നല്ല ആരോഗ്യം സ്വയം ഉണ്ടാക്കുക, ശ്രദ്ധയോടെ ജീവിക്കുക. നമ്മുടെ ശരീരമാണ് ഏറ്റവും പ്രാധാന്യം. ശരീരത്തിന്റെ ആരോഗ്യം, ഇന്നിപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാകുന്ന അത്ര കാര്യമായിട്ട് ആൾക്കാർ ഒരു ഇൻഷുറൻസ് എടുത്താൽ പിന്നെ എന്തും ആകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയൊക്കെ ആയിപ്പോയി. ഒന്നുമല്ല, നമ്മുടെ മക്കൾക്കും നമുക്കും സുഖകരമായി ജീവിക്കാനുള്ള പണമാണ് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള അശ്രദ്ധ കൊണ്ട് ഹോസ്പിറ്റലുകൾ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ആരോഗ്യം, നല്ല കെട്ട്, നല്ല ബാക്ടീരിയ വളർത്തുക, ചീത്ത ബാക്ടീരിയ പുറത്തിയടിക്കുക. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, താങ്ക് യു.